എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ ടീച്ചർ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്? ഒരു ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ആദ്യമേ തന്നെ ഒന്ന് കാണാപ്പാഠം വായിച്ചെല്ലാം നോക്കിയതിന് ശേഷം കാണാപ്പാഠം പഠിച്ചിട്ട് ഓരോ രംഗത്തും എന്തൊക്കെ ചെയ്യണം എന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് മാറി എന്നെങ്കിൽ ധ്യാനിക്കും. അത് കാമ്പശ്ശേരിയുടെ ഉപദേശമാണ്, അങ്ങനെ ധ്യാനിക്കണം. അദ്ദേഹം പൗഡർ മുഖത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കുഞ്ഞിനോട് സംസാരിക്കത്തില്ല. നാടകം തീരണം അദ്ദേഹം സംസാരിക്കണമെങ്കിൽ. അത് ഏറെക്കുറെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അടുത്ത് പോയി മാറി എവിടെയെങ്കിലും ഇരിക്കും, ഇത് നിന്ന പോലെ. അപ്പം ഈ കഥാകൃത്ത് കാണുന്നതിനെക്കാട്ടിലും മനസ്സിൽ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും ഒരു പടി കൂടെ നമ്മൾ ശരിപ്പെടുത്തി വെക്കും. അത് അദ്ദേഹത്തിന് ഏത് കഥാകൃത്തുക്കൾക്കും ഇഷ്ടമാണല്ലോ. അപ്പം കൂടെ ഇനി വല്ലതും പറഞ്ഞു തരാനുണ്ടെങ്കിൽ അതും കൂടെ പറഞ്ഞു തരും. അങ്ങനെ ധ്യാനം കൊണ്ടേ നമുക്കൊരു നാടകം നല്ലവണ്ണം വിജയിപ്പിച്ചെടുക്കാനൊക്കത്തില്ല. തരുന്നത് അതുപോലെ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ അതിനൊന്നും വലിയ ഇത് വരുത്തില്ല. പോരാങ്കിൽ എനിക്ക് രണ്ട് രീതിയിലും കൂടെ ഉണ്ട്. പാട്ട് പാടിക്കൊണ്ട് അഭിനയിക്കുക. അന്നത്തെ കാലത്ത് ആരുമില്ല പാട്ട് പാടിക്കൊണ്ട് അഭിനയിക്കാൻ. അപ്പോൾ അതിൻ്റെ വർക്കുകൾ കുറേ കൂടത്തില്ലേ. പാട്ട് പാടുമ്പോൾ അതിൻ്റെ വികാരം ഉൾക്കൊള്ളണ്ടേ. അതിൻ്റെ വികാരം ഉൾക്കൊണ്ട മുഖത്ത് വൃത്തികെട്ട രീതിയിൽ വികാരം ഉൾക്കൊള്ളുമ്പോൾ വൃത്തികേട് വരരുതെന്നുള്ളതിൻ്റെ നേരത്തെ അതെല്ലാം നോക്കി പഠിച്ച് വെച്ചിട്ട് അതിൻ്റെ ഗുരു എൻ്റെ ബ്രദറാണ്. അദ്ദേഹവും ഞാനും ഒരു കണ്ണാടിയും ഒരു കസേരയും ഈ കൊണ്ടുവരുന്നത് നല്ലവണ്ണം ആലോചിച്ചതിന് ശേഷമേ എന്നെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ എനിക്കറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഞാൻ പണ്ട് അതിനകത്ത് സഹകരിച്ചിരുന്നവരെല്ലാം ഏറെക്കുറെ അത് തന്നെ. ഈ പാർട്ടിയുടെ അങ്ങനെ ഒരു ഗ്രൂപ്പിലാണ് വർക്ക് ചെയ്തുകൊണ്ട് കുറേ സൗകര്യങ്ങളുണ്ടല്ലേ, സ്ത്രീകൾക്ക് ഭയങ്കര പ്രൊട്ടക്ഷനും ഒക്കെ ഉണ്ടല്ലേ മറ്റു ട്രൂപ്പിനെക്കാട്ടും? പിന്നെ മറ്റേ ട്രൂപ്പ് എന്ന് പറയുന്ന വേറെ നാടക കമ്പനി എന്ന് പറഞ്ഞാൽ കമ്പനിയാണ്. ഇതല്ല, അവരുടെ സംരക്ഷണയിൽ നമ്മളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് പ്രത്യേക മുറി, ശാപ്പാട്, അത് എല്ലാവർക്കും ഒരുപോലാണെങ്കിൽ അവർക്ക് അവിടെ എത്തിച്ചിരിക്കും മുറിക്കകത്ത്. അവരോട് അനുവാദമില്ലാതെ നമുക്ക് വെളിയിൽ പോകാനും ഒക്കത്തില്ല. ഈ പാർട്ടിയുടെ ഞങ്ങൾക്ക് ഇന്നടത്തൊന്ന് പോകണം, ഒരു ഷോപ്പിങ്ങിന് പോകണം, ഞങ്ങൾക്ക് ഇന്ന പോലെ ഒന്ന് പോകണമല്ലോ. അപ്പോൾ അവർ വണ്ടി കൊണ്ടുവന്ന് കൊണ്ടുപോയി നമുക്കിഷ്ടമുള്ള സാധനം എടുത്തുകൊണ്ട് നമുക്ക് തിരിച്ചു പോരാം. പൈസ ഒക്കെ കൊടുത്തിട്ടേ തിരിച്ചു പോരാം. അങ്ങനെയൊക്കെയുള്ള സൗകര്യമുണ്ട്. ഇപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ. ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ളിടത്ത് പോകുന്നു, ഇഷ്ടമുള്ള സാധനങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു, എങ്ങനെ വേണേലും ആകാൻ. സമയത്ത് ആൾ ഞങ്ങളിങ്ങ് വന്നാൽ പോരെ നാടകം കളിക്കാൻ എന്നാണ് ഇന്നത്തെ ചോദ്യം. പക്ഷേ അതല്ല. ഒരു എഴുത്ത് വന്നാൽ പോലും സെൻസർ ചെയ്യാതെ തരത്തില്ല KPSC പണ്ട്. അങ്ങനെ ആ ഡിസിപ്ലിനകത്ത് വളർന്നതായതുകൊണ്ടാണ് ഇന്നും ഇങ്ങനെ നിൽക്കുന്നത്. എത്ര ഡിസിപ്ലിൻ ആവശ്യമാണെന്ന് ടീച്ചർ കരുതുന്നുണ്ടോ? അങ്ങനെ ഒരു ആവശ്യം നല്ലത് തന്നെ. ആവശ്യമില്ലാതെ ആളുകൾ കസിനാണെന്നും മറ്റേതാണെന്നും പറയാം. പെൺപിള്ളേർ ചിലപ്പോൾ പ്രായം കുറഞ്ഞൊക്കെ വരുമ്പോഴത്തേക്ക് ചിലടത്ത് ആരാധകർ വന്ന് മുട്ടിക്കൂടും, എനിക്ക് ഇന്നാരെയെ കാണണം, അതാരാ, എൻ്റെ കസിനാണ്, അല്ലേ മറ്റേതാന്ന്. ആ കസിനൊന്നും വേണ്ട, എന്താരെയാ കാണാൻ 5 മിനിറ്റ് കൂടുതൽ സംസാരിക്കാൻ അനുവദിക്കത്തില്ല. എഴുത്തുകളെല്ലാം പൊട്ടിച്ചവർ വായിച്ചിട്ട് തരത്തുള്ളൂ. ആണുങ്ങളെയും പെണ്ണുങ്ങളെയും കത്ത് വായിക്കും, എല്ലാം വായിക്കും. ആണുങ്ങളുടെ എനിക്ക് അറിഞ്ഞുകൂടാ, പെണ്ണുങ്ങളുടേത് നോക്കും. എൻ്റേത് മാത്രം അങ്ങനെ നോക്കത്തില്ല. എൻ്റെ അച്ഛനെ കോൺഗ്രസ്സുകാരനും പോലീസുകാരനും ഇല്ലയോ, അച്ഛൻ ഭയങ്കര ഇതല്ലേ, അതുകൊണ്ട് അവർക്കറിയാം ചട്ടക്കൂട്ടിനകത്ത് വളരെ കാണുന്നു. അതുകൊണ്ട് അങ്ങനെയൊന്നുമില്ല. കത്ത് കിട്ടിയാൽ ചിലപ്പോൾ ഇങ്ങനെ തരും, പൊട്ടിക്കാതെ തന്നെ തരും. അപ്പോൾ ഇനി പൊട്ടിച്ചാലും നമുക്കൊന്നുമില്ല, അങ്ങനെയുള്ള കത്തുകൾ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് പൊട്ടിച്ചാലും നമുക്കതിനകത്ത് വിരോധമില്ല. അങ്ങനെയാണ് ചെയ്യുന്നത്. 2 ആഴ്ചയിൽ ഒരിക്കൽ ഒരു ജനറൽ ബോഡിയുണ്ട്, 2 ആഴ്ച ഒരിക്കൽ ഒരു എക്സിക്യൂട്ടീവ് ഉണ്ട്. ഇതെല്ലാം ചോദിച്ച് എന്തെങ്കിലും ആളുകൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ജനറൽ ബോഡി കൂടുമ്പോൾ നമ്മളത് ഏറ്റു പറയുകയും